ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഇംഗ്ലീഷ് ഫ്രണ്ട്സ്, അതായത് അവർ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തു. അവർക്ക് നമ്മളോട് ഫിഷിങ്ങിന് വരണമെന്ന് പറഞ്ഞ് നമ്മൾ മെസ്സേജ് അയച്ച് അങ്ങനെ ഞങ്ങളവരെ പിക്ക് ചെയ്ത് നമ്മളിപ്പോൾ വന്ന സീന്. പക്ഷേ ഇവർക്കൊരു എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട്. അവർ 1-2 പ്രാവശ്യം മാത്രമേ കാസ്റ്റൊക്കെ ചെയ്തുള്ളൂ. അപ്പം ഞങ്ങൾ അവരെ കാസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, നൈറ്റ് തന്നെ പോകണം. അപ്പോൾ അവർ പക്ഷേ ബോട്ടിലൊക്കെ പോകുന്നതാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മൾ പറഞ്ഞു നമുക്ക് ബോട്ടിൽ കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റി ഇല്ല. അപ്പോൾ നമുക്കിപ്പം ലേക്ക് ഫ്രണ്ടിലായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളവിടെ നമ്മുടെ ലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഇവർ കാസ്റ്റ് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചാൽ അവർക്ക് അത്ര ബാലൻസ് ആയിട്ടില്ല. അതാണ് അവരുടെ പ്രശ്നം. അവർക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ ഇനി ഒരു 4 ആഴ്ച കൂടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് ഇത് നമ്മുടെ റീലും സ്റ്റിക്കും എല്ലാം മേടിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള റെക്കമെൻഡേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അവരിങ്ങനെ കാസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ സ്ലിംഗ് ഷോട്ടൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മീനൊക്കെ അടിച്ച് അവരെ ഒന്ന് കാണിച്ചൊക്കെ കൊടുത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേണം നമ്മൾ റിയൽ കാസ്റ്റിംഗ് ആരംഭിച്ചത്. അപ്പോഴാണ് നമ്മുടെ മീൻ സാധാരണ നമ്മൾ ഇവിടെ വന്ന് ബീച്ച് സൈഡ് ലേക്ക് സൈഡ് വന്ന് കിട്ടുന്ന മീനൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ഞക്കൂരിയാണ് മെയിനായിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്ന മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂരിവാള എന്ന് പറയും. ഇത് ഏകദേശം ഒരു 18-20 കിലോ വരെയൊക്കെ ഉള്ള സൈസുള്ളതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ലേക്കിൽ നിന്ന്. പക്ഷെ നമുക്ക് ഇന്ന് കിട്ടിയതൊരു ചെറിയ സൈസാണ്, ഒരു 2-3 കിലോ ഉള്ള സൈസാണ്. പക്ഷേ നമ്മൾ അവരുമായിട്ട് വന്നിട്ട് നമുക്ക് നിരുത്സാഹപ്പെട്ട് പോകേണ്ട അവസ്ഥ വന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഭയങ്കര ഹാപ്പി. പക്ഷേ അവരിട്ട ചൂണ്ടയിൽ അവർക്ക് മീൻ കിട്ടിയില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ മീൻ പിടിക്കുന്നത് കണ്ടിട്ട് അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ ഇനി ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മളെ വിളിച്ച്, അപ്പം നമ്മൾ പറഞ്ഞ അടുത്ത പ്രാവശ്യം നമ്മൾ ഉറപ്പായിട്ടും ബോട്ടിൽ പോയായിരുന്നു നമ്മൾ ഫിഷിങ് നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും നമ്മളെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞങ്ങനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് നമുക്കെല്ലാം കുറച്ച് ടിപ്പൊക്കെ തന്നിട്ടാണ് പോയത്. ഇത് ആദ്യം നമുക്ക് അടിച്ച മഞ്ഞക്കൂരിയാണ് കേട്ടോ. മഞ്ഞക്കൂരി എന്ന് പറഞ്ഞാൽ ചെറിയ സൈസ് മഞ്ഞക്കൂരിയൊന്നും അല്ല, ഒരു 1/2 കിലോ ഒക്കെ വരുന്ന സൈസും മഞ്ഞക്കൂരിയാണ് നമുക്ക് ആദ്യം അടിച്ചത്. അപ്പോൾ നമ്മൾ അത് പിന്നെ നമ്മളതെന്ന് പറയുക ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്ത് നമ്മൾ പോകാൻ വേണ്ടി നിന്ന സമയത്താണ് നമുക്കൊരു മീൻ കിട്ടിയത്. മീൻ കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഇൻട്രസ്റ്റ് ആയി. പിന്നെ നമ്മൾ പിന്നെയും ചറപറ കാസ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ വലിയ കൂരിവാള കിട്ടിയത്. വലുതെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 2-3 കിലോ ഞാൻ പറഞ്ഞില്ലേ അതേപോലത്തെ സൈസുള്ളതാണ്. പക്ഷേ എന്നാലും നമ്മൾ ഇവരുടെ കൂടെ വന്നുകൊണ്ട് നമുക്കൊരു മീൻ പിടിക്കണമെന്നുള്ള ഭയങ്കര ഇതിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ മീൻ കിട്ടി. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പിന്നെ നമുക്കിപ്പം പറയാനുണ്ടെന്ന് നമ്മുടെ കൂടെ ഉള്ള ഒരാൾ ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താണ് സെറ്റിൽഡ്, ഇപ്പോൾ ഹൈദരാബാദിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ പുള്ളിയും പക്ക ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ചെറുപ്പം മുതലേ പുള്ളി അവിടെയാണ്. പിന്നെ നമ്മുടെ ഈ വലക്കാരൻ നമ്മുടെ ഇടയ്ക്ക് വന്ന് ഒന്ന് കുളവാക്കിയൊക്കെ തന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്ത് ഇട്ട സ്ഥലത്ത് വന്നിട്ട് പുള്ളി വലയിട്ടിട്ട് നമ്മുടെ ചൂണ്ട എല്ലാം നൂലെല്ലാം കൂടെ കയറി ഉടക്കി. അങ്ങനെ ഒരു പ്രശ്നം ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി. പക്ഷെ നമ്മളൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്ത് ഇട്ടതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് വലയിടുന്നതൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തുക. നമുക്കിപ്പം എല്ലാവർക്കും അവരും ജീവിക്കാൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ എന്നാലും ഈ പരസ്പരമുള്ളൊരു റെസ്പെക്റ്റൊക്കെ ഈ കാര്യത്തിൽ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ നമ്മുടെ ഈ വില്ലേജ് ഏരിയയിലൊക്കെ ഭയങ്കര സഹകരണമുള്ള ഏരിയ ആണ്. ചില ആൾക്കാർ നമ്മളെയൊന്നും അങ്ങനെ ഈ മൈൻഡ് ചെയ്യാതെ അവരവരുടെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് പതിവ്. എന്തായാലും പുള്ളി എന്തെങ്കിലും ഒരു ദിവസം ഇതൊക്കെ ആരെങ്കിലും നിന്നൊക്കെ പഠിക്കും എന്ന് ഞാൻ കരുതുന്നു. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. നമ്മളൊന്നും മിണ്ടാതിരുന്നെന്നും പറഞ്ഞ് മറ്റുള്ളവർ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മുടെ പട്ടാളം, നമ്മുടെ ഇതിനാണ് നമ്മുടെ കൂരിവാള അടിച്ചിരിക്കുന്നത്. കൂരിവാള ഇപ്പോൾ വലിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഇവൻ്റെ ഫൈറ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ കരുതി ചെറിയ സൈസ് ഉണ്ടാകുമെന്ന്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ മഞ്ഞക്കൂരി പിടിക്കുന്ന ആ ഒരു ഫീല് മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലാവും ചെറിയ സൈസാണെന്ന്. പിന്നെ അവൻ ഇതെന്ന് പറഞ്ഞാൽ അടുത്ത് വരുമ്പോൾ ഇവൻ കിടന്നൊരു ബഹളം ഉണ്ടാക്കും. അതുവരെ ഇങ്ങനെ നമ്മൾ ഈ മീനില്ലാത്ത പോലെ നമ്മൾ വലിച്ചെടുക്കും. അടുത്ത് വന്നു കഴിയുമ്പോൾ ഇവനങ്ങ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ ഗഫൊന്നും കൊണ്ടുപോകാതിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ അപ്പുറത്തിരുന്നൊരു പുള്ളിക്കാരൻ അവരെല്ലാം ഡെയിലി വന്ന് കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഗഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഗഫായിട്ട് വന്നിട്ട് പക്ഷേ ഗഫ് എടുക്കേണ്ടി വന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെറിയ സൈഡിലാണ് നമ്മൾ ബ്രൈഡ് പിടിച്ച് തന്നെ മീനെ കരക്കോട്ട് കയറ്റുമായിരുന്നു. വൈശാഖ് സ്ലിംഗ് ഷോട്ടുമായിട്ട് വന്നത്. കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് ഗഫ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ടിൽ സ്ലിംഗ് ഷോട്ടിന് അടിച്ചിട്ടാണ് സാധാരണ മീൻ കയറ്റാറ്. പക്ഷേ ഇത് ചെറിയ മീനായതുകൊണ്ട് നമ്മൾ ബ്രൈഡ് കൊണ്ട് തന്നെ പൊക്കിയെടുക്കുകയായിരുന്നു.
അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണം. കാരണം നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സപ്പോർട്ടൊന്നും നമുക്ക് ഇതുവരെ അത്ര വലിയ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് ഇതുവരെ കിട്ടുന്നില്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യം. അപ്പോൾ എന്നാലേ നമുക്ക് നല്ല 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 വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ മീൻ വലിച്ചെടുക്കുന്നതിന് ഇടയ്ക്ക് ഈ ചപ്പാത്തിയുടെ ഒരു കവർ ഇതിനിടയ്ക്ക് വന്ന് കുരുങ്ങിയിട്ടുണ്ട്. ഈ ചപ്പാത്തിയുടെ കവർ എങ്ങനെയാണെന്ന് വെച്ചാൽ മീൻ പിടുത്തക്കാർ തന്നെ ഇടുന്നതാണ് കേട്ടോ. കാര്യം നമ്മൾ ഈ കൂരുവാളയെ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാന ബെയ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ചപ്പാത്തി തന്നെ. റെഡിമെയ്ഡ് മേടിക്കുന്ന ചപ്പാത്തി ഇല്ലേ, അത് നമ്മൾ ചുരുട്ടി എടുത്തിട്ട് ചൂണ്ടൽ കോർത്ത് എറിയാണ് പതിവ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കിട്ടിയ മീൻ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം ടാറ്റാ, ബൈ ബൈ. എന്താ വട്ടാളത്തിനാണ് മീൻ കിട്ടിയിരിക്കുന്നത്. അതടിച്ച